പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയും ഇപ്പോഴത്തെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് ഒരു വ്യക്തി അച്ഛനായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാദറായി വരുമ്പോൾ അതിനതിൻ്റെതായ സമയം എടുക്കും. ഒരു 23 വയസ്സ്, അതിന്റെ പ്ലസ്, അങ്ങനെയൊക്കെയാണ് അതിന്റെ ടൈം പീരീഡ് എടുക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ കാലത്തും ഇതിന് മുന്നത്തെ കാലത്തും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് ചെറുപ്രായത്തിലെ കൊച്ചു അച്ഛന്മാരായി മാറിയ, അല്ലെങ്കിൽ ഈ ഒരു യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിലെ അച്ഛന്മാരായി മാറിയ ടോപ്പ് 8 ആൾക്കാരുടെ ലിസ്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ചിലതൊക്കെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതാണെങ്കിലും ചിലതൊക്കെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ്. സോ പിന്നെ പിടിച്ചിരുന്നു, ഞാൻ പറയാം, നീ കേക്ക്. ആദ്യം തന്നെ നമ്മളുടെ 8ാമത്തെ അതിഥി ഗ്ലെൻ സ്റ്റീയൻസ്. ഈ ഒരു കൊച്ചുമിടുക്കന്റെ കഥ പറയുകയാണെങ്കിൽ, ഈ ഒരു പയ്യൻ തന്റെ ചെറുപ്രായത്തില് ഒരു അച്ഛനായി മാറാണ്. സ്വാഭാവികമായിട്ട് എന്താണ്ടാവുക, ഫിനാൻഷ്യലി കുറെ പ്രോബ്ലംസ് വരും. ഈ ഒരു ചെറിയ പയ്യൻ എങ്ങനെ സക്സസ്ഫുൾ ആവും ലൈഫിൽ? അങ്ങനെ എല്ലാവരുടെയും പ്രവചനം തെറ്റിച്ചുകൊണ്ട് ഈ ഒരു പയ്യൻ ഇപ്പോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആണ്. ഈ ഒരു കൊച്ചുമിടുക്കന് 1977 ചാർലീന എന്ന് പറയുന്ന തന്റെ പെൺകുട്ടി ജനിക്കുന്നത്. ഗലന്റെ ഭാര്യയായ കാത്തിക്ക് പ്രായം 17 വയസ്സായിരുന്നു. എന്നാൽ ഗലന്റെ പ്രായം 14 വയസ്സായിരുന്നു. അതെ ഗൈസ്, ഒരു ചെറിയ പ്രായത്തിലെ വളരെ കഴിവേറിയ ഒരു പയ്യനായിരുന്നു നമ്മളുടെ സ്വന്തം ഗലൻ. പക്ഷെ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാല് ഇപ്പോ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ് നമ്മളുടെ സ്വന്തം ഗലൻ. ഗലന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾക്ക് നമ്മളുടെ 7ാമത്തെ അതിഥിയിലേക്ക് കടക്കാം. നമ്മളുടെ 7ാമത്തെ അതിഥി എന്ന് പറയുന്നത് ഒരു ഡ്യൂക്കാണ്. നമ്മളുടെ പിള്ളേര് പൊട്ടിച്ച് നടക്കുന്ന ഡ്യൂക്കല്ല. നമ്മളുടെ കൊച്ചുമിടുക്കന്റെ പേര് വരുന്നത് ചാൾസ് ഡ്യൂക്ക് ഓഫ് ഓർലിയൻസ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ നാഷണാലിറ്റി വരുന്നത് ഫ്രാൻസ് ആണ്. നമ്മളുടെ കഥ നടക്കുന്നത് കുറച്ചു കാലം പുറകിലെ 1400-കളിലാണ് നമ്മളുടെ ഈ കൊച്ചുമിടുക്കന്റെ കഥ നടക്കുന്നത്. അന്നത്തെ ആ കാലത്തിൽ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിക്കുന്നതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു അച്ഛനാവുന്ന സമയത്ത് നമ്മളുടെ ചാൾസിന്റെ പ്രായം നോക്കുകയാണെങ്കിൽ 14 വയസ്സ് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവാൻ ഒരു ജസ്റ്റ് മിസ്സിന് നിൽക്കുകയാണ് നമ്മളുടെ ചാൾസ് ഒരു അച്ഛനായി മാറുന്നത്. പക്ഷെ അവിടെയല്ലല്ലോ പ്രശ്നം വരുന്നത്. ഒരു മമ്മിയാകുന്ന സമയത്ത് ചാൾസിന്റെ ഭാര്യയായ ഇസബെല്ലിന് പ്രായം 19 ഈ രണ്ട് കഥയിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പയ്യന്മാർക്ക് പ്രായം കുറവും ഈ പെൺകുട്ടികൾക്കൊക്കെ പ്രായം കൂടുതലാണ്. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താണ്? അത് വിട്. പക്ഷെ ഒരു ബാഡ് ലക്ക് എന്ന് പറയട്ടെ, 19 വയസ്സുള്ള ഇസബെല്ല് എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഈ കുട്ടി മരണപ്പെടുകയാണ്. ഇസബെല്ലിന്റെ കുട്ടിയല്ല, ഇസബെല്ല് എന്ന കുട്ടി മരണപ്പെടുകയാണ്. ഈ കുട്ടികൾ ഉണ്ടാവണോണ്ടേ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. പ്രായത്തിനൊത്ത കളി കളിക്കണേ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ചാൾസിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരാണ്. ഇനി നമുക്ക് നമ്മളുടെ 6ാമത്തെ അതിഥിയിലേക്ക് കിടക്കാം. ഇദ്ദേഹത്തിന്റെ പേര് വരുന്നത് ഷെൻ സെയർ എന്നാണ്. ഇദ്ദേഹത്തിന്റെ നാഷണാലിറ്റി വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നമ്മളുടെ സെയറിന്റെ കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവന് 13 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തന്റെ വീട്ടിൽ ബേബി സിറ്റിങ്ങിന് വന്ന കൊള്ളീൻ ഹെർമൻസൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായി വന്നത്. കാരണം ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണല്ലോ. അപ്പോ ഈ ഉണ്ടായ കുട്ടിയുടെ കസ്റ്റഡി ആര് ഏറ്റെടുക്കും? അങ്ങനെ സംഗതി കേസായി കോർട്ടിൽ പോയ പിന്നെ എന്തുണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. കൊളിൻ ഹെർമൻസ് നൈസായിട്ട് കൈയൊഴിഞ്ഞു. നമ്മുടെ കുട്ടി നമ്മുടെ സ്വന്തം സെയറിന്റെ തലയിലായി. അങ്ങനെ ജനിച്ച കുട്ടിയുടെ ചൈൽഡ് സപ്പോർട്ട് നമ്മുടെ സെയറിന് ഏറ്റെടുക്കേണ്ടി വന്നു. എന്താലേ ഈ ചൈൽഡ് പ്രായത്തിലെ ചൈൽഡ് സപ്പോർട്ടൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മളുടെ സെയറിന്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് കഴിയാണ്. ഇനി നമുക്ക് നമ്മളുടെ 5th അതിഥിയിലേക്ക് പോവാം. നമ്മളുടെ 5th അതിഥിയുടെ പേരാണ് ട്രിബുവൻ ഓഫ് നേപ്പാൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നാഷണാലിറ്റി നേപ്പാളാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ട്രിബുവൻ ഒരു അച്ഛനാവുന്ന സമയത്ത് അവന്റെ പ്രായം 13 വയസ്സായിരുന്നു. ആരുടെ എഴുതി വെക്കണേ? പക്ഷെ അതല്ല ഹൈലൈറ്റ്. 13 വയസ്സിൽ തനിക്കുണ്ടായിരുന്ന 2 ഭാര്യമാരിൽ ഒരു ഭാര്യയായ ക്വീൻ കാന്തിയായിരുന്നു എമ്മയല്ല അമ്മ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതാണ് ഹൈലൈറ്റ് എന്ന്. അപ്പൊ ഇത് വേറൊരു ഹൈലൈറ്റ്. നമ്മളുടെ പയ്യന്റെ 2 ഭാര്യമാരും അവന്റെ ഡിയർ സിസ്റ്റേഴ്സ് ആയിരുന്നു. ആൻഡ് കല്യാണം കഴിയുന്ന സമയത്ത് അവരുടെ പ്രായം 13, 12 അങ്ങനെയൊക്കെ ആയിരുന്നു. ആൻഡ് അഗെയിൻ നമ്മുടെ ട്രിബുവൻ അവരെ കല്യാണം കഴിക്കുന്നത് സെയിം പന്തലിൽ, സെയിം സമയം, സെയിം ഡേയിലാണ്. ആൻഡ് ഈ 2 ഭാര്യമാർക്കും 15 വയസ്സിനുള്ളിൽ കുട്ടികളും ഉണ്ടായി. കൊച്ചു പിള്ളേരുടെ ഒരു കൊച്ചു കുസൃതികളെ.
നമ്മളുടെ ട്രിബുവിന്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് തീരാണ്. ഇനി നമുക്ക് നമ്മളുടെ 4ാമത്തെ അതിഥിയിലേക്ക് കടക്കാം. നമ്മളുടെ 4ാമത്തെ അതിഥിയുടെ പേര് ക്രിസ് മെക്ബ്രൈഡ് എന്നാണ്. അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ആൻഡ് കഥ നടക്കുന്നത് നമ്മളുടെ സ്വന്തം 2014 ക്രിസിന്റെ സ്റ്റോറി കുറച്ച് ഡാർക്കാണ്. 12 വയസ്സിൽ അവൻ അച്ഛനാവുന്ന സമയത്ത് അത് അവന്റെ കൺസെന്റോട് കൂടി ആയിരുന്നില്ല. അവന്റെ വീട്ടില് അവനെ നോക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഒരു സെർവന്റ് അവനെ ഫോഴ്സ്ഫുള്ളി അതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആൻഡ് ഈ ഒരു സെർവന്റ് മറീസ മൂറിയുടെ അപ്പോഴത്തെ പ്രായം 22 വയസ്സായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം കേസാവുകയും നമ്മളുടെ മറീസ 20 വർഷം ജയിലിലേക്ക് പോവുകയും ഈ കൊച്ചിന്റെ കസ്റ്റഡി നമ്മളുടെ ക്രിസിന്റെ തലയിലാവുകയും ചെയ്തു. അറിയാലോ, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കൊച്ചിനൊക്കെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് തന്റെ മകനെ വളർത്തിയത്. അങ്ങനെ ആ ഒരു കുട്ടീനെ വളർത്തി. ഇന്ന് അവന് 7 വയസ്സാണ് പ്രായം. ആൻഡ് ഒരു ഇന്റർവ്യൂല് ആ 7 വയസ്സുള്ള കുട്ടി പറയുന്നുണ്ട്, ക്രിസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡാഡി. ഫീൽ ആയിപ്പോയി. അങ്ങനെ നമ്മളുടെ ക്രിസിന്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് കഴിയാണ്. ഇനി നമുക്ക് നമ്മളുടെ 3ാമത്തെ അതിഥിയിലേക്ക് കടക്കാം. നമ്മളുടെ 3ാമത്തെ യങ്ങസ്റ്റ് ഫാദറിന്റെ പേര് വരുന്നത് സിയാൻ സ്റ്റുവാർട്ട് എന്നാണ്. ഇദ്ദേഹത്തിന്റെ നാഷണാലിറ്റി വരുന്നത് യുണൈറ്റഡ് കിങ്ഡം ആണ്. ആൻഡ് സംഭവം നടക്കുന്നത് 1998 12 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മളുടെ സിയാൻ ഒരു ഫാദർ ആവുന്ന സമയത്ത് അവന്റെ പ്രണയിനിയായ അഥവാ അവന്റെ നെയ്ബറായ എമ്മയ്ക്ക് പ്രായം 16. പക്ഷെ കൊച്ചിന്റെ കാര്യത്തിൽ നമ്മളുടെ സിയാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ചെറുപ്രായത്തില് തന്നെ ചെറിയ മയക്കുമരുന്ന്, പോക്കറ്റടി, അങ്ങനെ കൊച്ചു കൊച്ചു കേസുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇതുകൊണ്ടൊക്കെ കൂടി തന്നെ ഈ ഒരു ജനിച്ച കൊച്ചിന്റെ ജീവിതത്തിൽ നമ്മളുടെ സിയാനി വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ അമ്മ നിയമപരമായി കുറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തെങ്കിലും അതിലൊന്നും ഫലം കണ്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് നമ്മളുടെ അമ്മ വേറൊരാളെ കെട്ടി തന്റെ മോനെ നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ സിയാന്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് തീരാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ സെക്കൻഡ് അതിഥിയിലേക്ക് കടക്കാം. നമ്മളുടെ ലോകത്തിലെ തന്നെ 2ാമത്തെ യങ്ങസ്റ്റ് ഫാദർ എന്ന് പറയുന്നത് ആൽബർട്ടോ എസ് ആണ്. സംഗതി നടക്കുന്നത് മെക്സിക്കോയിലാണ്. നമ്മുടെ ആൽബർട്ടോനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അവനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും ഇതിലില്ല. നോക്കിയിട്ട് കിട്ടിയില്ല ഗൈസ്. ആകെ കിട്ടിയ ഡീറ്റെയിൽസ് അവൻ ഒരു ഫാദർ ആവുന്ന സമയത്ത് വളരെ യങ് ആയിട്ടുള്ള ഒരു ഏജിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ വെറും 11 വയസ്സ്. ആൻഡ് അവന്റെ ഭാര്യയുടെ പേര് അതും ഇതിൽ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത് 2015 ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ആരും പുറത്തു വിടില്ല. അതൊക്കെ അത്രയും സെക്യൂർഡ് ആണ്. എന്ന് വെച്ച് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയി കയറി കൊടുക്കലും. നമ്മളുടെ ആൽബർട്ടോയുടെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് കഴിയാണ്. ഇനി നമുക്ക് നമ്മളുടെ ദ ഫസ്റ്റ് വൺ ആയിട്ടുള്ള നമ്മളുടെ The GOAT, the most youngest father in the world, അദ്ദേഹത്തിലേക്ക് കടക്കാം. അങ്ങനെ ലിസ്റ്റിൽ ബാക്കിയുള്ള എല്ലാരും കടത്തി വെട്ടിക്കൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൊച്ചു അച്ഛനായിട്ടുള്ള ആദിത്യയുടെ പേര് അൺഐഡന്റിഫൈഡ് ഗൈസ്. പേര് ഇതിൽ കൊടുത്തിട്ടില്ല ഗൈസ്. വാട്ടെവർ, നമുക്കിപ്പോ ഇവനെന്തായാലും എന്തേലൊക്കെ വിളിക്കണല്ലോ. സോ നമുക്ക് കൊച്ചച്ഛൻ തന്നെ വിളിക്കാം. പേരും ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും നമ്മളുടെ കൊച്ച് ഒരു അച്ഛനാവുന്ന സമയത്ത് അവന്റെ പ്രായം വെറും 9 വയസ്സായിരുന്നു. വെറും നിസ്സാരം. ഇതൊന്നല്ല, ഇതൊക്കെ എന്ത്? ഈ കൊച്ചുണ്ടാവുന്ന സമയത്ത് കൊച്ചച്ഛന്റെ സ്വന്തം കൊച്ചമ്മയുടെ പ്രായം എത്രയായിരുന്നു എന്നറിയോ? 8 വയസ്സ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ബയോളജിക്കൽ പാരന്റ്സ് ആയിട്ട് ഇവരാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവരുടെ പേര് ആർക്കും അറിയില്ല. ഐ മീൻ ദാറ്റ്സ് ഓക്കെ, കൂൾ ബ്രോ. അതറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഞാനതൊന്നല്ല ആലോചിക്കണത്. ഞാനും 8ഉം 9ഉം വയസ്സൊക്കെ കഴിഞ്ഞിട്ടാ വന്ന്. ഞാനൊക്കെ പ്രായത്തില് എന്തായിരുന്നു? ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു. കുറച്ച് ഇമോഷണലായി പോയി. ഓക്കെ. പിന്നീട് അവർക്ക് ചെറുപ്പത്തിലെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വലുതായിട്ടും അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുശേഷം 3 പിള്ളേര് വേറെ ഉണ്ടായി. ഉണ്ടാക്കണമാരൊക്കെ ഉണ്ടാക്കും, അല്ലാത്തമാര് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറെ ഉണ്ടാക്കും, അത്ര തന്നെ. പൊന്നെ, ഈ വേൾഡിലെ തന്നെ 8 യങ്ങസ്റ്റ് ഫാദേഴ്സിന്റെ കഥകൾ കേട്ടിട്ട് നിങ്ങളെ തോട്ട്സ് എന്താണ്? എന്റെ ഒരു തോട്ട് എന്താന്ന് വെച്ചാല്, ഈ എല്ലാ കഥകളിലും മെയിൻ ആയിട്ട് വരുന്നൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ഈ അച്ഛന്മാരെക്കാളും ഈ അമ്മമാർക്ക് ഏജ് കൂടുതലാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ബട്ട് വൈ? നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യട്ടാ. ഇത്ര പറഞ്ഞോണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര തലവേദന. ഞാനെന്നാ പോയിന്ന് കിടക്കട്ടെ. അപ്പോ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക്.
പിന്നെ പറ്റുമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബിസ്താൻ ചൂസ്.